ഹലോ എവരി വൺ, എല്ലാവർക്കും അതിഥ്യസ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് നല്ല അടിപൊളി ഡോണറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ഡോണറ്റ് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. കുട്ടികളെ പോലെ തന്നെ മുതിർന്നവർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡോണറ്റ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ആരും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചെറു ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടി വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്യാം. പിന്നീട് ഞാനൊരു മുട്ടയും കൂടി പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. മുട്ട ചേർത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പഞ്ചസാരയും എഗ്ഗും എല്ലാം ഒന്നിച്ച് ഈസ്റ്റൊക്കെ നന്നായി മിക്സായി വരുന്നത് വരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈസ്റ്റ് നന്നായി പൊങ്ങി വരും. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2.25 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്പാറ്റുല കൊണ്ട് സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ആയതിനു ശേഷം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടറും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി ലൂസായ പരുവത്തിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. അപ്പോൾ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ക്ലോത്ത് കൊണ്ട് കവർ ചെയ്തിട്ട് 1 അവർ മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. സൂപ്പറായി പൊങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് ഇത് കുഴച്ച് എടുക്കണം. അതിനുവേണ്ടി ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഫ്ലോർ വിതറി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മാവ് അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നല്ലപോലെ റോൾ ചെയ്ത് പ്രസ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് 2 പാർട്ടായി മുറിച്ച് വയ്ക്കുക. അതിനുശേഷം ഓരോ പാർട്ടും 4 ഭാഗമായി മുറിച്ചെടുത്തിട്ട് ഓരോ ബോളാക്കി കൈകൊണ്ട് പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. ഇതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ആ മാവ് മൊത്തത്തിൽ ഒന്ന് പരത്തി ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയിട്ട് ഒരു റൗണ്ട് ഷേപ്പുള്ള എന്തെങ്കിലും കട്ടർ കൊണ്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി. അങ്ങനെ ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ എല്ലാ ബോൾസും പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു എന്തെങ്കിലും ഒരു കട്ടർ കൊണ്ട് അതിന് നടുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ നോസിൽ കൊണ്ടാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ള ഹോൾ ഇട്ട ഭാഗം കൂടി ഒന്ന് നന്നായി പരത്തി അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ഡോണറ്റും ഞാൻ പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കവർ കൊണ്ട് പൊതിഞ്ഞ് ഒരു ക്ലോത്ത് കൊണ്ട് പൊതിഞ്ഞ് ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് വയ്ക്കുക. അപ്പോഴേക്ക് വീണ്ടും നന്നായി ഒന്ന് പൊങ്ങി വരും. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊന്ന് കരിഞ്ഞു പോവുകയും ഉള്ളു വേവാതിരിക്കുകയും ചെയ്യും. മീഡിയം ഫ്ലെയിമിലിട്ടാൽ കറക്റ്റ് വേവായിട്ട് നമുക്ക് കിട്ടും. ഇതിനു മുമ്പ് ഞാനൊരു എഗ്ലെസ് ഡോണറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ അതൊന്ന് പോയി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഡോണറ്റ് അടിപൊളിയായി വരുന്നുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടാണ് നമ്മുടെ ഡോണറ്റ് കിട്ടിയിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഡോണറ്റ് റെസിപ്പിയാണ്. കണ്ടില്ലേ, ഡോണറ്റ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി.
അങ്ങനെ നമ്മുടെ എല്ലാ ഡോണറ്റും ഇവിടെ ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട്. കണ്ടില്ല, അടിപൊളിയായി വന്നിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ഡോണറ്റാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി മിൽക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഞാനിവിടെ ഡബിൾ ബോയിലിംഗ് വഴി മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒരു ബൗളിലേക്ക് ബ്ലൂ കളറും മറ്റൊരു ബൗളിലേക്ക് പിങ്ക് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി ഇതിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ഓരോ ഡോണറ്റ് നമുക്ക് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ശരിക്കും നമ്മൾ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ഷേപ്പിലും അതേ ടേസ്റ്റിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേ ഷേപ്പിലുമാണ് നമ്മുടെ ഡോണറ്റ് കിട്ടിയിട്ടുള്ളത്. എല്ലാം ചോക്ലേറ്റിൽ മുക്കിയതിന് ശേഷം നമുക്ക് സ്പ്രിങ്കിൾസ് വെച്ചിട്ട് കുറച്ച് അലങ്കരിക്കാം. ഞാനിവിടെ എല്ലാം സ്പ്രിങ്കിൾസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഡോണറ്റ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടാണ് ഡോണറ്റ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ. താങ്ക് യു.